അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു മേഘനയ്ക്കൊരു വീഡിയോ വലിയ ഇഷ്ടമായിരുന്നു. ആ വീഡിയോയിലെ പ്രധാനപ്പെട്ട കാര്യം ഇവിടുള്ള അരുണിമാൻറ്റി എന്റെ അമ്മയെ ആക്സിഡന്റ് ആക്കുന്നത് ക്ലിയർ കട്ടായി തന്നെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതുവരെ ഡിലീറ്റ് ഒന്നും ചെയ്യാതെ എന്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ അത് പുറത്തും വിട്ടിട്ടില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു ആ വീഡിയോ ഒന്ന് പുറത്തു വിട്ടാലോന്ന്. മേഘന, മോൾ എന്തായി ആലോചിക്കുന്നേ? ചിക്കുനെ നീ മിസ് ചെയ്യുന്നുണ്ടോ? അതൊന്നും അല്ല അച്ഛാ. മറ്റൊന്നാണെന്ന് തുറന്നു പറ മോളെ. മഞ്ജരിയെ കുറിച്ചാ. മഞ്ജരിയെ കുറിച്ചോ? അതെ, അവളെ കുറിച്ച് തന്നെ. ഞാൻ എന്റെ വേഷവും ഭാഷയും എല്ലാം മാറ്റിയിട്ടും മഞ്ജരിക്ക് മാത്രം ആദ്യം മുതലേ എന്നെ നല്ല സംശയമുണ്ട്. ഞാൻ മേഘന തന്നെയാണെന്നും സംയുക്തയല്ല എന്നും തെളിയിക്കാൻ അവള് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അവൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നീ വന്നതെന്ന് മഞ്ജരിക്ക് നീ മനസ്സിലാക്കി കൊടുക്കണം. അതിന് കഴിയില്ല അച്ഛാ. എന്നെ ഒതുക്കാൻ അവളുടെ കയ്യിലുള്ള ആയുധം അവള് പുറത്തെടുത്തു. അത് തന്നെ മഞ്ജരിയുടെ അമ്മ എന്ന് മരിക്കാനുള്ള കാരണം മിഥുനേട്ടന്റെ അമ്മയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വീഡിയോ. ആ വീഡിയോ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ മേഘനയാണെന്ന് ഉറപ്പിച്ച് എന്നെ പേടിപ്പിക്കാനായി അത് എന്നോട് തന്നെ വന്ന് പറഞ്ഞു. മോളെ, ആ വീഡിയോ ഒരുപാട് വർഷം മുമ്പുള്ളതാണ്. ഇപ്പൊ ആ വീഡിയോ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇപ്പൊ ആ വീഡിയോ ഉപയോഗിച്ച് മഞ്ജരി അരുണിമയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അത് നമുക്ക് പറയാനാവില്ലച്ച. ആ വീഡിയോ ചിലപ്പോ നമ്മുടെ അമ്മയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് വരും. നന്ദൻ കുടുംബത്തിന് ശത്രുവായിരിക്കും ആ വീഡിയോ. അതുകൊണ്ടാ അന്ന് അവള് പറഞ്ഞപ്പോ ഞാനിവിടെ നിറങ്ങിപ്പോയത്. മഞ്ജരിയുടെ സ്വഭാവം അറിയാലോ. അവൾ അത് പോലീസിനെ ഏൽപ്പിച്ച ഒന്നും ചെയ്യാനാവില്ല. അവൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ആ വീഡിയോ തെളിവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവള് തീർച്ചയായിട്ടും കേസ് ഫയൽ ചെയ്യും. ആ വീഡിയോ തന്റെ കൈവശമുണ്ടെന്നും ഇപ്പോഴും അമ്മയ്ക്കെതിരെ തെളിവുകളുണ്ടെന്നും മഞ്ജരിക്കത് ചെയ്യാൻ കഴിയുമെന്നും ഇൻഡയറക്റ്റ് ആയിട്ട് അവളെന്നെ വാൺ ചെയ്തിരുന്നു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ആ വീഡിയോയെ കുറിച്ചോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് മഞ്ജരി ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്താലും അല്ലെങ്കിൽ ഞാൻ മേഘനയാണെന്ന് അവള് തെളിയിക്കാൻ ശ്രമിച്ചാലും അത് പുറത്തറിയാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. നീ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ഈ അജ്ഞാതവാസം ഒരിക്കലും വെറുതെ ആവില്ല മോളെ. മഞ്ജരിയുടെ കയ്യിൽ ഇനി ബ്രഹ്മാസ്ത്രം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കൽ ഒരവസരത്തിൽ ആ മഞ്ജരി തന്നെ നിന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കേണ്ട ഒരവസ്ഥ വരും. നന്ദൻ കുടുംബം ഈശ്വരനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് മോളെ. എനിക്ക് ആ വിശ്വാസമുണ്ട്. മോള് ധൈര്യമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇനി എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കും. ബഹളുണ്ടാക്കാൻ പാടില്ല. ഇവിടെ തന്നെ നിൽക്കണം. ഓക്കെ? വിവേക്, നീ എന്തായി കാണിക്കുന്നേ? നമ്മളിപ്പോ അവസാനം ഒരു വീട്ടിൽ തന്നെ എത്തിയില്ലേ ചാരു? ഇങ്ങനെയൊന്നും ആയിക്കിട്ടാൻ വേണ്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? നീ ഈസ്റ്റും ഞാൻ വെസ്റ്റും. അതുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്യാനും പറ്റുന്നില്ല, ഒരു കിസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അയ്യടാ, ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് പോണം, ഒന്ന് മാറിക്കേ.
രാവിലെ ഒരുപാട് ജോലിയുള്ളതാ. എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യണം. മാറ്. ഹലോ, നീ നിന്റെ ചേച്ചിയുടെ ശരിക്കുള്ള പി ആയിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലേ? പിന്നല്ലാതെ. നീ ഉണ്ടല്ലോ, എന്റെ പെർമനന്റ് പി ആയിട്ട് ജോലി കിട്ടാൻ വേണ്ടി നല്ലപോലെ ട്രൈ ചെയ്യാൻ നോക്ക്. അതിന് നമ്മൾ തമ്മിൽ ആദ്യം ഒരു കോപ്പറേഷൻ വേണ്ടി വരുമല്ലോ. കോപ്പറേഷനോ? കോപ്പറേഷൻ എന്ന് വെച്ചാ എന്ത് കോപ്പറേഷൻ? ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ എന്റെ അടുത്തേക്ക് വരണം. എന്നിട്ട് ആരും അടുത്തില്ലാത്ത സമയത്ത് ഒന്ന് എന്നെ കെട്ടിപ്പിടിക്കണം. എന്നിട്ട് എനിക്ക് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് ഒരു ചുംബനം നൽകണം. ഇപ്പൊ നമുക്ക് കുറച്ച് സമയം ഉണ്ടല്ലോ. വിവേക്, വിവേക്, നീ എവിടെ പോയി കിടക്കടാ? ഇത്രയും നാളും ഈ വീടിനകത്തെങ്കിലും എനിക്ക് കുറച്ച് സ്വൈര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ചാരു വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൻ എന്തെങ്കിലും കൈവേഷം കൊടുക്കുമെന്നോർത്ത് എനിക്ക് യാതൊരു സമാധാനവും ഇല്ല. വിവേക്, 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 വിവേക്. ആരാ അത്? കർട്ടന്റെ പിന്നിൽ ആരാ? ആരെന്ന് വെച്ചാ സംസാരിക്ക്. ചെറിയച്ഛൻ ഔട്ടായി പോയല്ലോ. ചെറിയച്ഛൻ ഔട്ടായി പോയല്ലോ. ചാരു ടീച്ചർ ഔട്ടായി പോയല്ലോ. ചാരു ടീച്ചർ ഔട്ടായി. ചെറിയച്ഛ, ചാരു ടീച്ചർ, ഈ ചക്കി നിങ്ങളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ ഇവിടെ എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചോ? കണ്ടില്ലേ ഞാൻ എത്ര പെട്ടെന്നാ കണ്ടുപിടിച്ചേന്ന്. ചക്കി, നീ ഭയങ്കര സ്മാർട്ട് തന്നെയാട്ടോ.
ഞങ്ങളിങ്ങ് വന്ന് ഒളിച്ചപ്പോഴേക്കും നീ എത്ര പെട്ടെന്നാ കണ്ടുപിടിച്ചത്? ഇനി ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഇനി ചെറിയച്ഛൻ കൗണ്ട് ചെയ്യണം. ഞാനും ചാരു ടീച്ചർ ഒളിക്കാൻ പോവാ. ഓക്കേ അല്ലേ? ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോ. ചാരു ടീച്ചർ വേഗം വാ, നമുക്ക് എവിടെങ്കിലും പോയി ഒളിക്കാം. ആ ശരി. നിങ്ങൾ ഒളിച്ചു കഴിഞ്ഞില്ലേ? ഞാനിതാ വരാൻ പോവാണേ. റെഡി 1 2 3. എടാ ഒന്ന് നിർത്ത്. ചെറിയ പിള്ളേരെ പോലെ കിടന്ന് കളിക്കുന്നു. നമ്മുടെ ചക്കിക്ക് വേണ്ടിയല്ലേ മോം. ഒളിച്ചു കളിക്കുന്ന എന്താ ഇത്രയും വലിയ തെറ്റാണോ? ഞാൻ വെറുതെ ഇരിക്കായിരുന്നു, അപ്പോഴാ അവള് വന്ന് വിളിച്ചത്. അതുകൊണ്ടല്ലേ. കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് നീ പിള്ളേര് കളിക്കുന്നോ? ആ ശരി, ഞാനൊന്ന് ഉറങ്ങിക്കോളാം മോം. മോം പോയിക്കോ. അതല്ല വിവേക്. മോം ഉറങ്ങിക്കോളാം, പൊക്കോ. പോയിക്കോ മോം, പൊക്കോ പൊക്കോ. ശ്ശേ. എടാ മോനെ, ചിക്കു ഇതുവരെ വന്നില്ലല്ലോടാ. ഒന്നിലും നീ പോയി അവനെ വിളിക്ക്, അല്ല ഡ്രൈവറെ വിട്ടവനെ വിളിപ്പിക്ക്, എന്തേലും ഒന്ന് ചെയ്യേ. ഞാനിപ്പോ തന്നെ പോയി പിക്ക് ചെയ്തോണ്ട് വരാമേ. നീ ഒരു കാര്യം ചെയ്യേ, ഇറങ്ങുന്നതിന് മുന്നേ മേഘയെ വിളിച്ചൊന്ന് അന്വേഷിച്ചേക്ക്. ആ ശരി അമ്മ. ഇത് സംയുക്തയുടെ ഫോണാണല്ലോ. ഈ അർജുൻ എന്തിനാ ഇപ്പൊ സംയുക്തയെ വിളിക്കുന്നത്? സംയുക്ത, നിങ്ങളുടെ ഫോൺ. അർജുൻ എന്തിനാ നിങ്ങളെ വിളിക്കുന്നത്? അത് എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. സംയുക്ത അവൻ അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനായിരിക്കും അല്ലേ? അങ്ങനെ വിളിച്ച് നിങ്ങളുടെ ആ പ്രോജക്റ്റ് ആർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും അല്ലേ? നോക്ക് സംയുക്ത മാഡം, ഈ പ്രോജക്റ്റ് എനിക്ക് തരാനോ അർജുന് കൊടുക്കാതിരിക്കാനോ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെങ്കിൽ ഇതിനോട് വളരെയധികം ഡെഡിക്കേഷനുള്ള, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ മനസ്സുള്ള ഒരാൾക്ക് ഇത് കിട്ടണമെന്നാ എൻ്റെ ആഗ്രഹം. മാത്രമല്ല, ഇവിടേക്ക് വന്നതുകൊണ്ടോ ഈ വീട്ടിൽ മാഡം താമസിക്കുന്നത് കൊണ്ടോ ഈ പ്രോജക്റ്റ് എനിക്ക് തരണമെന്നില്ല. നിങ്ങളുടെ ആ പ്രോജക്റ്റ് ചെയ്യാൻ ഏറ്റവും കഴിവുള്ളത് ആരാണോ അവർക്ക് വേണം ആ പ്രോജക്റ്റ് കൊടുക്കാൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡാഡ്. ഗുഡ് നൈറ്റ് മിഥുൻ. അയ്യോ, മിഥുനേട്ടനെല്ലാം അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നതെന്ന് ഞാൻ പേടിച്ചു പോയി. മിഥുൻ സംസാരിച്ചത് കാഷ്വൽ ആയിട്ടാണ് മോളെ. പക്ഷേ ഈ തവണ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഇനി മുതൽ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി സൂക്ഷിക്കണം. ശരി മോളെ, അർജുനൻ തന്നെ വിളിച്ചതെന്ന് ചോദിക്കേ. ഹലോ. ഹലോ അർജുൻ, പറ. ഞാൻ ചിക്കുനെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? ഇതുവരെ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ശരി മേഘ. ചിക്കു അവിടെ വന്ന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ? ഇതുവരെ ഒന്നുമില്ല അർജുൻ. എന്നാലും ഇവിടെ കുറച്ച് സൂക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളത്. എപ്പോഴാ ഇവിടെയുള്ളവർക്ക് എന്നിൽ സംശയങ്ങൾ ഉണ്ടാവുന്നതെന്നും എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്യേണ്ടത് എന്നോർത്തിട്ടും എനിക്ക് നല്ല പേടിയും ടെൻഷനും എല്ലാം ഉണ്ട് അർജുൻ. നിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ മറന്നു പോകരുത്. ശരി മേഘ, സൂക്ഷിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
മേഘന എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? തന്റെ വേഷവും ഭാഷയൊക്കെ മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറപ്പായിട്ടും സംശയം തോന്നും. ഈ ഒരു അവസ്ഥയിൽ അവളെ കണ്ടു കഴിഞ്ഞാൽ സംശയം തോന്നുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എന്തേ കാണുന്ന ചാരു? എല്ലാം വളരെ കറക്റ്റായിട്ട് നടക്കുമായിരുന്നല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു ചേഞ്ച്? ഇത് ആരെങ്കിലും കണ്ട അവർക്കൊരു സംശയത്തിന് കാരണാവില്ലേ? എനിക്കും അത് തന്നെയാണ് ഒന്നും മനസ്സിലാവാത്തത് വിവേക്. ആരത്തി എടുത്തോളൂ ആന്റി. മോളെ സംയുക്ത അമേരിക്കയില് പഠിച്ചു വളർന്നുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് വിചാരിച്ച്. സ്ഥലം മാറിയെന്നല്ലേ ഉള്ളൂ. നമ്മുടെ സംസ്കാരം അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ. ഇപ്പൊ കണ്ട എന്റെ മരുമകള് നേരിട്ട് വന്ന് പൂജ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നേ. ഈ വേഷത്തിൽ കാണുമ്പോ ഇവിടെയുള്ള എല്ലാവർക്കും മേഘനയാണ് ഓർമ്മ വരുന്നത്. എന്നെ അനുഗ്രഹിക്കണേ ആന്റി. എന്താ മോളേത്? ഇന്ന് നല്ലത് മാത്രം വരട്ടെ. മിസ്റ്റർ മിഥുൻ, എന്നെ അനുഗ്രഹിക്കണം മിഥുൻ. സംയുക്ത മാഡം, അയ്യോ എന്റെ അനുഗ്രഹം വായിക്കേണ്ട ആവശ്യം എന്താ മാഡം? അയ്യോ എന്റെ ഈശ്വര, പെട്ടെന്നൊന്നും ഓർക്കാതെ കാര്യം വന്ന് വീണു. ഇനി ഇത് എന്ത് പറഞ്ഞിട്ടൊന്ന് കവർ ചെയ്യാ? സംയുക്ത മാഡം എഴുന്നേൽക്ക്. അത് മിസ്റ്റർ മിഥുൻ, എന്തായാലും ഞാൻ കാലിൽ തൊട്ടില്ലേ, എന്തെങ്കിലും പറഞ്ഞ് അനുഗ്രഹിക്ക. ശരി ശരി, പ്രോജക്ട് സക്സസ് ആവട്ടെ. എഴുന്നേക്ക്. താങ്ക് യു. സംയുക്ത, എന്താ മോളെ മിഥുന്റെ അനുഗ്രഹം എന്തിനാ വാങ്ങിക്കുന്നത്? അത് പറയാം. അരുണിമ ആന്റിക്ക് എന്നെ ആദ്യമായിട്ട് കണ്ട സമയം മുതൽ ആന്റിയുടെ മരുമകളെയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ ഇവിടെ മിസ്റ്റർ മിഥുനും എന്നെ ആദ്യമായി കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. അപ്പോ മേഘന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂജ ഇങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഇവരെയൊക്കെ ടെസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. മിസ്റ്റർ മിഥുൻ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ എന്നെ കാണാൻ ശരിക്കും മിഥുന്റെ ഭാര്യയെ പോലെ തന്നെ തോന്നുന്നില്ലേ? എനിക്കറിയാം മിഥുനേട്ടാ, എന്നോടുള്ള ദേഷ്യം കാരണം സ്നേഹം പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. മാത്രല്ല ആ സ്നേഹത്തെ ഉള്ളിലൊതുക്കി ദേഷ്യം മാത്രം എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു.